പെരുവന്താനം പഞ്ചായത്തിലെ പാലൂർക്കാവിൽ പുലി ഇറങ്ങി വളർത്തു നായയെ ആക്രമിച്ചു. വ്യാഴാഴ്ച വൈകുന്നേരം 6:30 പാലൂർക്കാവ് ഊട്ടുകളത്തിൽ ബിൻസിയുടെ നായയെയാണ് പുലി ആക്രമിച്ചത്. വൈകുന്നേരം വീടിന് പുറത്ത് അഴിച്ചുവിട്ടിരുന്ന നായയുടെ കരച്ചിൽ കേട്ട് ബിൻസിയും മക്കളും ഓടിച്ചെന്നപ്പോൾ പുലി നായയെ വലിച്ചുകൊണ്ടു പോകുന്നത് ഉപേക്ഷിച്ച് ഓടിമറഞ്ഞു. നായയുടെ കഴുത്തിൽ ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട്. തുടർന്ന് നാട്ടുകാരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും എത്തി മേഖലയിൽ തെരച്ചിൽ നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. ഇന്നലെ ഒരു 7:30 ആയപ്പോഴത്തേന് ഞാൻ ഈ സിറ്റൗട്ടിൽ ഇരിപ്പുണ്ട്. അപ്പം പിള്ളേർക്ക് മീറ്റിംഗ് ആയിരുന്നു. പിള്ളേർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഞാൻ ഈ സിറ്റൗട്ടിൽ ഇരുന്നു. അപ്പം പട്ടി ഇവിടെ ഈ സിറ്റൗട്ടിൽ കിടക്കുന്നതാണ് സാധാരണ. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്നൊരു കരച്ചിലും കേട്ടു. ഈ പട്ടി ഇവിടുന്ന് പട്ടിയുടെ കരച്ചിലാണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഓർത്തു ഇത് ഇറങ്ങിപ്പോകുന്ന, അങ്ങനെ റോഡിലൊക്കെ ഇറങ്ങിപ്പോകുന്ന പട്ടിയാണ്. അപ്പം ഇതിൻ്റെ കരച്ചിൽ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പെട്ടെന്ന് പുറകെ ഓടിച്ചെന്ന്, മൊബൈൽ വെട്ടമായിരുന്നു എൻ്റെ കയ്യിൽ, ഓടിച്ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഈ ചപ്പിൻ്റെ അകത്തൂടെ എന്തോ ഓടുന്നതാണ് കേൾക്കുന്നത്. പക്ഷേ ഞങ്ങൾക്ക് പട്ടിയല്ല വലുതെന്ന് ഓർത്തുകൊണ്ട് ഞങ്ങൾ പട്ടിയെ എടുത്തുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേനും പട്ടിയുടെ കഴുത്തിൻ്റെ ഈ ഭാഗത്ത് ഒരു 5-6 പല്ലിറങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ദശ ഇങ്ങനെ കടിച്ച് ചാടി വന്നു, പറിച്ചെടുത്തു. പിന്നെ അത് ഞാൻ പഞ്ഞി കൂട്ടിയെടുത്ത് കളയുകയാണ് ചെയ്യുകയുണ്ടായത്. പിന്നെ മുറിവെണ്ണയും മഞ്ഞളും എല്ലാം കൂടെ തൂത്തു. അന്നേരം ആ സമയത്ത് മെമ്പർ എന്നെ വിളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും പിള്ളേരുടെ കരച്ചിൽ കേട്ടോണ്ടാണ് മെമ്പർ ചോദിച്ചത് എന്താണെന്ന്. ഞാൻ പറഞ്ഞു ഇങ്ങനെ പട്ടിയെ എന്തോ പിടിച്ചു. ഞാൻ പറഞ്ഞു നീ ഫോട്ടോ ഇട്ട് പെട്ടെന്ന് തരാൻ പറഞ്ഞു. അങ്ങനെ മെമ്പർക്ക് ഫോട്ടോ ഇട്ട് കൊടുത്തു. പിന്നെ ഫോറസ്റ്റ് പെട്ടെന്ന് അറിയിച്ചു. ഒരു 11:30 ആയപ്പോഴത്തേനും ഫോറസ്റ്റുകാർ വന്നു, മെമ്പറും കൂടി വന്നു. അവർ പറയുന്നു സുരക്ഷിതമായിട്ട് നിങ്ങൾ പെരയ്ക്കകത്ത് കയറിയിരിക്കുക, പട്ടിയെ കൂട്ടിലിപ്പെടണ്ട. ഒരാഴ്ച മുമ്പ് ഈ പട്ടിയുടെ ഒരു 3 മാസമായ കുഞ്ഞുണ്ടായിരുന്നു. അതിനെ എന്തോ എടുത്തുകൊണ്ട് പോയതാണ്. അതിനെ ഞങ്ങൾക്ക് തിരിച്ച് കിട്ടിയിട്ടുമില്ല. അപ്പം അതിൻ്റെ കരച്ചിൽ കേട്ട് ഞങ്ങൾ ഈ വെല്ലുപട്ടിയെ ഞങ്ങൾ അഴിച്ചു വിടുകയും പട്ടി ഈ പരിസരം മൊത്തം നോക്കുകയും ചെയ്തു. പക്ഷേ നമ്മൾ കുഞ്ഞുപട്ടിയെ ഇങ്ങനെ കടിച്ചെടുത്തുകൊണ്ട് പോയതുകൊണ്ട് എന്താ പിടിച്ചെന്നുള്ളതിൻ്റെ ഇതുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളത് പബ്ലിസിറ്റി ഒന്നും ആക്കിയില്ല, ആരോടും പറഞ്ഞൊന്നുമില്ല. ഒരാഴ്ച മുമ്പ് ബിൻസിയുടെ ഒരു നായക്കുട്ടിയെയും പുലി കൊന്നിരുന്നു. എന്നാൽ പുലിയാണെന്ന് തിരിച്ചറിയാത്തത് കാരണം സംഭവം പുറത്ത് പറഞ്ഞില്ല. പുലിയുടെ കാൽപ്പാടുകൾ മണ്ണിൽ പതിഞ്ഞിട്ടുണ്ട്. പുലിയുടെ സാന്നിധ്യം മേഖലയിൽ ഉണ്ടായതോടെ ജനങ്ങൾ ഏറെ ഭീതിയോടെയാണ് വീടിന് പുറത്ത് ഇറങ്ങുന്നത്. നായയെ ആക്രമിച്ചത് പുലിയാണെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചതായും അടിയന്തരമായി കൂട് സ്ഥാപിച്ച പുലിയെ പിടികൂടുവാൻ വനംവകുപ്പ് നടപടി സ്വീകരിക്കണമെന്നും വാർഡ് മെമ്പർ ഷീബ ബിനോയ് പറഞ്ഞു. ആ സ്പോട്ട് ചെല്ലുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ഞാൻ പിന്നെ അവരുടെ തന്നെ വണ്ടിക്ക് കയറി ഞാൻ ഇവിടെ വീട്ടിൽ വന്നു. അവർ ആ സ്പോട്ട് കണ്ടപ്പോൾ, ആ കാൽപാദമൊക്കെ കണ്ടപ്പോൾ അവരത് സ്ഥിരീകരിച്ചു. പക്ഷേ ഇവരെ പേടിപ്പിക്കണ്ടല്ലോ എന്ന് ഓർത്ത് പറഞ്ഞു ചിലപ്പോൾ പന്നിയാവാം അല്ലെങ്കിൽ പുലിയാവാൻ സാധ്യതയുണ്ട് എന്നും പറഞ്ഞാണ് ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ പട്ടിയെ വീണ്ടും അവിടെ കൂട്ടിലിടണ്ട, അതിന് വീണ്ടും കിഴുത്തകളാണ് നിൽക്കുന്നത്. വീണ്ടും ഇത് ഈ ചോരമണം അടിച്ചിട്ട് അതിനെ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട്, വീണ്ടും വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കൊച്ചു പറയുന്നു 3 ദിവസം മുന്നേ അതിൻ്റെ പട്ടിക്കുഞ്ഞിനെ ഇത് തന്നെ കൊണ്ടുപോയേക്കെന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞാൽ സാറ് പറഞ്ഞു എന്നാൽ അകത്ത് കയറ്റി റൂമിനകത്താക്ക് എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളെല്ലാവരോടും കൂടി അതിനെ അകത്താക്കിയിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ ഇവരോടും വീട്ടിൽ കയറി കഥ അടച്ചോളാൻ പറഞ്ഞു. ഇപ്പോൾ തന്നെ രാവിലെ ഫോറസ്റ്റുകാർ വിളിച്ച് ചോദിച്ചു തൊട്ടടുത്ത പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും അനിഷ്ട സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു. നിലവിൽ ഇതുവരെ കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു സംഭവത്തിന് ഇപ്പം ഞങ്ങൾ പറയുകയാണെങ്കിൽ കർഷകരാണ് ഇവിടെ കൂടുതലുള്ളത്. കാരണം ടാപ്പിങ്ങിന് പോകുന്നവരുണ്ട്. ഇപ്പോൾ വെട്ട് നിർത്തിയിട്ടുണ്ട്, ചില തോട്ടങ്ങളൊക്കെ എന്നാൽ വെട്ടുന്നുമുണ്ട്. തോട്ടങ്ങളെല്ലാം കാട് പിടിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ കാടിനുള്ളിൽ ഇതൊക്കെ പെരുകി നിൽക്കുകയാണ്. അപ്പം കഴിഞ്ഞയിടെ പാലൂർക്കാവിലെ തോട്ടിൽ ഒരു 3:30 വെളുപ്പിന് വെള്ളം കുടിച്ചിട്ട് പോകുന്നു, പുലി വെള്ളം കുടിച്ചിട്ട് അക്കരെ കയറി പോകുന്നു എന്ന് തെക്കേമലക്കാരനൊരു ചെറുക്കൻ കണ്ടതായിട്ട് പറയുന്നുണ്ട്. അപ്പം നമ്മൾ ആരും വിശ്വസിക്കാത്തൊരു കാര്യമായിട്ട് ഓട്ടോ സ്റ്റാൻഡിൽ എല്ലാവരും പറയാതെ ചുമ്മാ പറഞ്ഞതാണെന്ന് പറഞ്ഞു. അതിൻ്റെ തൊട്ട് പറയുകയാണ് ഈ പട്ടിക്കുഞ്ഞിനെ കൊണ്ടുപോയിരിക്കുന്നത്. 3 ദിവസമായിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് ഇന്നലെ ഈ സംഭവം ഉണ്ടാകുന്നത്. ഏക്കാലും ഇവിടുന്ന് ഞങ്ങളിതെല്ലാം കഴിഞ്ഞ് ഇറങ്ങിപ്പോയപ്പോൾ ഫോറസ്റ്റുകാർ താഴെ കുരിശടി ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു മെമ്പറെ അത് പുലി തന്നെയാണ്. അപ്പം പട്ടിക്കാണ് നാളെ നേരമ്പളിപ്പോൾ ആയുസ് കാണുമെന്ന് തോന്നുന്നില്ല. എങ്കിലും ശ്രദ്ധിക്കുക, കരുതലോടെ ഇരിക്കുക. നാട്ടുകാർക്ക് ഇത് മെസ്സേജായിട്ട് തന്നെ കൊടുത്തേ പറ്റത്തുള്ളൂ. പേടിക്കാനില്ല, കരുതലോടെ ഇരിക്കാനാണ് എന്ന് പറഞ്ഞു. അപ്പം ഇപ്പോൾ പറയുന്നത് കൂട് വെച്ച് ഇതിനെ എങ്ങനെയാലും ഒന്ന് അകത്താക്കി ഇതിനെ പിടിച്ചുകൊണ്ടുപോയി അടുത്ത കാട്ടിൽ കൊണ്ടുപോയി വിടുക. അതുകൊണ്ട് ഇതിനെ വല്ല വന്യമൃഗശാലയിലോ എവിടെയെങ്കിലും ഒക്കെ സൂക്ഷിക്കാനുള്ള പരിപാടിയാണ് നോക്കേണ്ടത്. അല്ലാത്ത പക്ഷം ഇതിപ്പോൾ സർക്കാർ ഇപ്പം ജനങ്ങൾക്ക് പുല്ലുവില എന്ന് കൽപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആവരുത്. തികച്ചും സാധാരണക്കാരിപ്പം മേളിലോട്ടുള്ള ചേട്ടന്മാർക്കൊക്കെ അത്യാവശ്യം കേൾവിശക്തിയും കൂടെ കുറവാണ്. നേരി മുന്നേ വന്ന് കണ്ടാലേ അവർക്കൊരു ഇത് ഈ ഒരു ഭീകരജീവിയാന്ന് കണ്ടാൽ പോലും അറിയത്തുള്ളൂ. അങ്ങനൊരു അവസ്ഥയിലാണ്. സത്യം പറഞ്ഞാൽ ഇവരിപ്പം ഒറ്റപ്പെട്ടൊരവസ്ഥയിലാണ്. ഈ അമ്മയും 3 മക്കളുമാണ് ഇവിടെ ഉള്ളത്.
ഈ ഒരു അവസ്ഥയിൽ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലെങ്കിലും ഇന്ന് നമ്മൾ പഞ്ചായത്ത് കമ്മിറ്റി കൂടുന്നുണ്ട്. മെമ്പർമാരും എല്ലാം കൂടി ആലോചിച്ചിട്ട് എന്നതാണേലും നമ്മൾ കൂട് വെക്കാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് വിളിച്ചറിയിച്ചു കൊണ്ടുവന്നതിന് അതിനൊരു സംവിധാനം ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പെരുവന്താനം പഞ്ചായത്ത് ഇപ്പം തോട്ടം മേഖലകളിൽ ഈ റബ്ബർ തോട്ടങ്ങളെല്ലാം വെട്ടിത്തെളിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു അനുമതി ഓർഡർ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഏതൊക്കെ തോട്ടങ്ങളിൽ ആരുടെ പേരിലാണ് കൊടുക്കേണ്ടതെന്ന് മാത്രമാണ് നമ്മൾ തിരക്കുന്നത്. ഇപ്പം ഞാൻ പറയുന്നു മുഴുവൻ തോട്ടങ്ങളിലും ഈ കാട് വെട്ടിത്തെളിക്കാനുള്ള ഒരു അനുമതി ഉണ്ടാവണം. ഇല്ലാത്ത പക്ഷേ ഇതൊക്കെ പെറ്റുപെരുകി അതുപോലെ തന്നെ കുരങ്ങൻ്റെ ശല്യം ഈ തെക്കേമല പാലൂർക്കാവ് ഭാഗത്തേക്ക് ഇഷ്ടംപോലെ ആവുന്നുണ്ട്. കാട്ടുപന്നിയുടെ ശല്യം രൂക്ഷമാകുന്നുണ്ട്. വെടിവെക്കാനൊക്കെ ഓർഡറുണ്ട്. പക്ഷേ എങ്കിലും ഒരു പരിധിക്കപ്പുറത്തേക്ക് എന്നതാ വന്യമൃഗങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. മനുഷ്യനെ ജീവിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് ജനങ്ങൾ ഇനി പ്രക്ഷോഭത്തിലേക്ക് പോകുന്നതിന് മുന്നേ അത്യാവശ്യമായിട്ട് കൂട് വെച്ച് ഇതിനെ പിടിച്ച് അകത്താക്കാനുള്ള ഒരു സംവിധാനമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഉണ്ടാക്കി തരേണ്ടതെന്ന് ആവശ്യപ്പെടും. ആഴ്ചകൾക്ക് മുമ്പ് പാലൂർക്കാവ് ടൗണിന് സമീപം തോട്ടിൽ നിന്നും പുലി വെള്ളം കുടിച്ച് കയറിപ്പോകുന്നത് തെക്കേമല സ്വദേശിയായ യുവാവ് കണ്ടതായി നാട്ടിൽ സംസാരമുണ്ടായിരുന്നു. എന്നാൽ ഇത് പ്രദേശവാസികൾ കാര്യമായി എടുത്തതുമില്ല. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.